സത്യത്തിൽ എന്തൊക്കെ സിനിമാ വിഷയങ്ങളാക്കണം എന്നത് നാം ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രണയവും കലഹവും മാത്രമല്ല സിനിമ. മനുഷ്യനെ സംബന്ധിക്കുന്നതെന്തും സിനിമയ്ക്ക് ആകാറുണ്ട് എന്നതാണ് സത്യം. എല്ലാ സിനിമയിലും ഈ വീട്ടിൽ കാണുന്നത് പോലെയുള്ള ഒരു വൃദ്ധൻ തീർച്ചയായിട്ടും ഉണ്ടാകും. സ്ഥലവും ദേശവും കാലവും മാറുന്നുവെന്ന് മാത്രം. 2015 ഷൂജിത് സർക്കാർ പുറത്തിറക്കിയ മനോഹര ഹിന്ദി സിനിമയാണ് പിക്കു. മനോഹരമല്ല, അതിമനോഹരം. ദിവസം മുഴുവൻ മലബന്ധം അലട്ടുന്ന വൃദ്ധനായി അമിതാഭ് ബച്ചൻ തകർത്താടുന്ന സിനിമയാണിത്. ശോധനയില്ലാതെ കഷ്ടപ്പാടിലായി കൂടെയുള്ളവർക്ക് മനസ്സമാധാനം കൊടുക്കാത്ത ഒരു വിചിത്ര കഥാപാത്രമാണ് ഭാസ്കർ ബാനർജി. മുത്തച്ഛന് വേണ്ടി ജീവിച്ചു കല്യാണം എന്ന കാര്യമൊക്കെ മറന്ന മകളാണ് ദീപിക പദുകോൺ അവതരിപ്പിക്കുന്ന പിക്കു ബാനർജി. വളരെ സരസമായി കഥ പറഞ്ഞു പോകുന്ന റോഡ് മൂവി വിഭാഗത്തിൽ പെടുത്താവുന്ന ചിത്രമാണിത്. ഇവർ ഡൽഹിയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് ഒരു യാത്ര പോകുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ടാക്സി ഡ്രൈവർ റാണ ചൗധരിയായി എത്തുന്നത് മൺമറഞ്ഞ അനുഗ്രഹീത നടൻ ഇർഫാൻ ഖാനാണ്. അതീവ രസകരമായ സംഭാഷണമാണ് സിനിമയുടെ ആകർഷണം. എല്ലാത്തിനും സ്വന്തമായ അഭിപ്രായമുള്ളയാളാണ് ഭാസ്കർ ബാനർജി. മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നു എന്നത് അങ്ങേർക്ക് വിഷയമേ അല്ല. തന്റെ വാദം സ്ഥാപിക്കാൻ ഏതറ്റം വരെയും അയാൾ പോകും. പാരമ്പര്യത്തെ കൂട്ടുപിടിക്കുമ്പോൾ തന്നെ മകളുടെ ലൈംഗിക ബന്ധം വരെ പരാമർശിക്കുന്ന ബാനർജി ഒരു വിചിത്ര കഥാപാത്രമാണ്. യാത്രക്കിടെ കാണുന്ന പെട്രോൾ പമ്പിലൊക്കെ ഭാസ്കർ ബാനർജിക്ക് കാര്യം സാധിക്കണം. അതിന്റെ വർണ്ണനയാണ് മിക്ക സമയത്തും. റാണ ചൗധരി യാത്രക്കിടെ ഒരിക്കൽ പിക്കുവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വീട്ടിൽ 24 മണിക്കൂറും കക്കൂസിനെ കുറിച്ചാണോ സംസാരിക്കാറുള്ളതെന്ന്. മനോഹരമായ ദൃശ്യങ്ങളും ഗാനങ്ങളും സിനിമയെ ആകർഷകമാക്കുന്നു. ജൂഹി ചതുർവേദിയാണ് തിരക്കഥ. അനുപം റോയിയുടെ പശ്ചാത്തല സംഗീതം ചിത്രത്തിന്റെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്നു. ഒരിക്കൽ കണ്ടാൽ വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്ന ആകർഷണീയത ഈ സിനിമക്കുണ്ട്.